സമൂഹത്തിന് പുത്തനുണർവേകി സദ്ഗമയ കൊളച്ചേരി പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം ചേലേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രസന്നിധിയിൽ നടന്നു. സനാതനധർമ്മം അതിന്റെ പരമവൈഭവത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും ഈ ധർമ്മം ഈ രാഷ്ട്രത്തിന്റെ ആത്മാവാണെന്നും ഇത് ഗ്ലാനിയേശാതെ നിലനിൽക്കേണ്ടത് ഭാരതത്തിന്റെ അഖണ്ഡതയെ കാത്തുസൂക്ഷിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണെന്നും സംപൂജ്യ സ്വാമി അമൃതകൃപാനന്ദപുരി പറഞ്ഞു. ചേലേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രസന്നിധിയിൽ നടന്ന കൊളച്ചേരി പഞ്ചായത്ത് സദ്ഗമയ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംപൂജ്യ സ്വാമി അമൃതകൃപാനന്ദപുരി. കൊളച്ചേരി പഞ്ചായത്തിലെ വിവിധ ക്ഷേത്ര ഭാരവാഹികളെയും സമുദായ സംഘടനകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ വച്ചായിരുന്നു സദ്ഗമയ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. ചേലേരി വൈദ്യരകണ്ണിയിൽ നിന്നും സംപൂജ്യ അമൃതകൃപാനന്ദപുരി സ്വാമികളെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണ ഘോഷയാത്രയായി ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചുകൊണ്ടായിരുന്നു പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ക്ഷേത്രമുറ്റത്ത് വെച്ച് വിവിധ മാതൃസമിതികളുടെ നേതൃത്വത്തിൽ സാമൂഹ്യ തിരുവാതിര അരങ്ങേറി. തുടർന്ന് മാതാ അമൃതാനന്ദമയി മഠാധിപതി സംപൂജ്യ സ്വാമി അമൃതകൃപാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം പ്രസിഡന്റ് ശ്രീ KT പത്മനാഭൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരനും പ്രഭാഷകനുമായ ശ്രീ രാജേഷ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബ ഭദ്രതയിൽ സ്ത്രീകളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ശ്രീമതി നിഷ ടീച്ചർ പ്രഭാഷണം നടത്തി. തുടർന്ന് 50 വർഷം ദാമ്പത്യം പൂർത്തിയാക്കിയ ദമ്പതികളെയും വിവിധ മേഖലകളിലെ പ്രതിഭകളായ വ്യക്തിത്വങ്ങളെയും പ്രശ്നോത്തരി ചിത്രരചനാ വിജയികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സ്വാഗത സംഘം സംയോജകൻ ശ്രീ P സജീവൻ മാസ്റ്റർ പരിചയഭാഷണം നടത്തി. ചടങ്ങിന് സ്വാഗത സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് CO ഹരീഷ് സ്വാഗതവും ട്രഷറർ ശ്രീ ബാലചന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും കുറ്റ്യാട്ടൂർ ശ്രീശങ്കര വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച ഭജൻ സന്ധ്യയും അരങ്ങേറി. പോയി കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് കിട്ടുന്ന സ്വീകരണം അത് നമുക്ക് കാട്ടിത്തരുന്നു. അവരെല്ലാം തന്നെ സംഘർഷഭരിതമായ ഈ ലോകത്തിൽ ഇനി ഒരു ശാന്തി സമാധാനം അത് സനാതനധർമ്മത്തിന്റെ ആശയത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണെന്ന് കാണാൻ സാധിക്കുന്നു. നേരത്തെ പറഞ്ഞു, സനാതനധർമ്മത്തിന്റെ ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ സ്വത്വം എന്ന് പറയുന്ന സനാതനധർമ്മമാണ്.